ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മുടെ SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഓരോരോ പരീക്ഷകളിന് ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നമ്മുടെ SSC MTS നോട്ടിഫിക്കേഷൻ വന്നു. 3 ദിവസം മുമ്പ് SSC CGL നോട്ടിഫിക്കേഷൻ വന്നു. ഇപ്പോൾ അടുത്ത ആഴ്ച നമ്മുടെ SSC CHSLൻ്റെ പരീക്ഷ നടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നാലെ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമുക്കാർക്കും ഇതറിയാനോ, ഇത് കേൾക്കാനോ, ഇതിൻ്റെ വേക്കൻസികൾ എത്രയാണെന്ന് അറിയാനോ, ഇതിനെപ്പറ്റി പഠിക്കാനോ ഒന്നും നമുക്കാർക്കും സമയമില്ല. നമുക്കെല്ലാവർക്കും PSC പരീക്ഷകൾ മാത്രം മതി. PSC പരീക്ഷകൾ മോശമെന്നല്ല ഞാൻ പറയുന്നത്. അതായത് നമ്മൾ കേരളക്കാർക്ക് എഴുതാൻ പറ്റിയ ഗവൺമെൻറ് പരീക്ഷ എന്ന് പറഞ്ഞാൽ PSC മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്കും കുറേ പരീക്ഷകളുണ്ടെന്നല്ല നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊന്നും നമ്മൾ ആരും അറിയപ്പെടാതെ പോകുന്ന പരീക്ഷകളാണ് SSC MTS എന്നൊക്കെ പറഞ്ഞത്. അതായത് PSCയുടെ LD ക്ലർക്ക് പോലത്തെ പരീക്ഷകൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റിയ പരീക്ഷയാണ് SSCയുടെ MTS. 10ാം ക്ലാസ് ലെവൽ പരീക്ഷയാണ് കേട്ടോ. കാരണം ഇതിലും വെറും GK ഇംഗ്ലീഷൊക്കെ മാത്രമേ ഉള്ളൂ, മാത്സ് റീസണിംഗ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ അതിന് പഠിക്കുന്ന ഒരാൾക്ക് എക്സ്ട്രാ അധികം ഒരുപാടൊന്നും ഇവിടെ പഠിക്കാൻ ആവശ്യമില്ല, MTS എക്സാമിന് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ വേക്കൻസി അത്യാവശ്യം 10,000-ന് വേക്കൻസി ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു 3 ദിവസം മുമ്പ് വന്ന SSC CGL നോട്ടിഫിക്കേഷൻ, അതും ഇപ്പോൾ റണ്ണിംഗ് ആണ്. അടുത്ത 24 വരെ അതും വേണേൽ അപ്ലൈ ചെയ്യാം. 17,000 വേക്കൻസിയാണ് CGLന് കിടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളൊക്കെ ഡബിൾ വേക്കൻസിയാണ് ഇപ്രാവശ്യം ഓരോ പരീക്ഷയ്ക്കും വരുന്നത്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ RRBയുടെ പരീക്ഷകളൊക്കെ സൈഡിൽ നടക്കുന്നുണ്ട്, അതും ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക. അല്ലാതെ വെറും ഒരു എക്സാമിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കരുത് കേട്ടോ. അങ്ങനെ നമുക്ക് SSC MTS ആൻഡ് ഹവൽദാർ 2024 നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ഓക്കെ, സിമ്പിളാണ്, എല്ലാം സിമിലറാണ്. പക്ഷേ അതിൻ്റെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ വേക്കൻസി, എക്സാം പാറ്റേൺ എങ്ങനെയാണ്, എന്തൊക്കെയാണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, എല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മെയിനായിട്ട് കിടക്കുന്നത് ഈ 2 ഡേറ്റുകളാണ് ഓർത്ത് വെക്കുക. ഇന്നലെ മുതൽ നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അടുത്ത മാസം ജൂലൈ 31 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ജൂലൈ 31 വരെ അപ്ലൈ ചെയ്യാം. 1-ാം തീയതി വരെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ലാസ്റ്റ് ഡേയ്സിലൊക്കെ സെർവർ ഡൗൺ ആവുന്ന കാരണം ചില പേയ്മെൻറ്റ് ഇഷ്യൂ ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത ആളുകൾക്ക് 1-ാം തീയതി വരെ പേയ്മെൻറ്റ് നടത്താനുള്ള അവകാശമുണ്ട്, ടൈം ഉണ്ടാവും കേട്ടോ. പിന്നെ എന്തെങ്കിലും നിങ്ങളുടെ ഫോമിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പോൾ SSC തരുന്നുണ്ട്. ആദ്യം അതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 200 രൂപ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ കാണുന്ന 16, 17 തീയതികളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോമിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാനുള്ള അവസരം കൂടെ ഉണ്ടാവും. പിന്നെ എക്സാം ഡേറ്റ്, ഷെഡ്യൂൾ ഓഫ് Tier 1, ഇതിൽ Tier 1 Tier 2 അങ്ങനെയൊന്നുമില്ല. ഒറ്റ പരീക്ഷയുള്ളൂ. ആ പരീക്ഷ നടത്തുന്ന ഡേറ്റ് ആണ് ഒക്ടോബർ, നവംബർ. കറക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല, പക്ഷേ ഒക്ടോബർ, നവംബർ മാസങ്ങളിലായിരിക്കും നടക്കുക. കാരണം ഇപ്പോൾ നമുക്കറിയാം ഓൺലൈൻ പരീക്ഷയാണ്. അപ്പോൾ ഒരു ദിവസമല്ല പരീക്ഷ നടക്കുക. MTS പോലത്തെ പരീക്ഷയ്ക്ക് 2-3 ആഴ്ചയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ഒക്ടോബർ, നവംബർ മാസത്തിലാണ് പരീക്ഷ നടക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ്. പിന്നെ പോസ്റ്റുകൾ ഏതൊക്കെയാണ്? പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രണ്ട് തരത്തിൽ പരീക്ഷയാണ്. ഒന്ന് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്, ഇതാണ് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള മൾട്ടി ടാസ്കിങ് സ്റ്റാഫ്. അത് എന്ത് ജോലിയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. 10th ലെവൽ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താ ജോലി എന്നുള്ളത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചിട്ട് മാറും കേട്ടോ. അതുകൊണ്ടാണ് പേര് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നടക്കുന്ന വേറെതാണ് ഈ ഹവൽദാർ, അതായത് CBSE സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസും പിന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സും, ഇതിലൊക്കെ ഹവൽദാറായിട്ടും നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ഈ സെയിം എക്സാം വഴിയാണ്. ഓക്കെ, ഇതിന് ഒരു ഫിസിക്കൽ ടെസ്റ്റും കൂടെ എക്സ്ട്രാ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതിന് ഒറ്റ പരീക്ഷ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എന്താ? വേക്കൻസി MTSന് 4,887 വേക്കൻസി ഉണ്ട്. ഹവൽദാറിന് 3,439 വേക്കൻസി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വേക്കൻസി എനിക്ക് തോന്നുന്നു വളരെ കുറവാണ്. വെറും 1,000, 2,000, 3,000 വേക്കൻസി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെയൊക്കെ ഡബിൾ വേക്കൻസിയാണ് ഇപ്രാവശ്യം വരുന്നത്. ടോട്ടൽ 8,326, ഓൾമോസ്റ്റ് 10,000-ൻ്റെ അടുത്ത് വേക്കൻസിയാണ് ഏതിന് വന്നിട്ടുള്ളത്? MTSന് വന്നിട്ടുള്ളത്. നിങ്ങൾ CHSLൻ്റെയും MTSൻ്റെയും CGLൻ്റെ ഏത് പ്രാവശ്യം, അതുപോലെ തന്നെ GDയുടെ ഏത് SSC പരീക്ഷകൾ എടുത്ത് നോക്കി കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഡബിൾ ട്രിപ്പിൾ വേക്കൻസിയാണ് ഇപ്രാവശ്യം വരുന്നത്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഒരിക്കലും ഇത് മിസ്സാക്കരുത്. പ്രത്യേകിച്ച് MTS പോലത്തെ പരീക്ഷയൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ PSCയിൽ LDC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ വേറെ SSCയിലെ പരീക്ഷയാണ് MTS. ഒരിക്കലും CGL CHSL പോലത്തെ പരീക്ഷ നിങ്ങൾക്ക് PSC എഴുതുന്ന ആൾക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഞാൻ പറയുന്നില്ല. പക്ഷേ MTS നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നൊരു പരീക്ഷയാണ്. അപ്പോൾ അങ്ങനെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മറക്കാതെ തന്നെ അപ്ലൈ ചെയ്യുക. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മറന്നു പോയത് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ വിടരുത്. പിന്നെ ഏജ് ലിമിറ്റ് 2 കാറ്റഗറി ആയിട്ടാണ് പരീക്ഷ നടക്കുന്നത്. 18 to 25, പിന്നെ 18 to 27. ഓക്കെ, 2 കാറ്റഗറിയിലാണ് SSC MTSൻ്റെ പരീക്ഷകൾ മെയിനായിട്ട് നടക്കാറുള്ളത്. ഈ 18 to 25 എന്ന് പറഞ്ഞാൽ ഈ 2 ഡേറ്റിനുള്ളിൽ ജനിച്ചവരായിരിക്കണം. ഒന്ന് 2/8/99 പിന്നെ 1/8/2006 ഇടയ്ക്ക് ജനിച്ചവർ. അപ്പോൾ ഏജിൻ്റെ കൺഫ്യൂഷനൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കുക. ഈ 2 ഡേറ്റിൻ്റെ ഇടയിലാണ് നിങ്ങൾ ജനിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പോസ്റ്റുകൾക്ക് 18 to 25, എനിക്കൊന്ന് മെജോറിറ്റി പോസ്റ്റുകളും 18 to 25 തോന്നുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലായിരിക്കും ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ 18 to 27, എനിക്ക് ഒന്ന് ഹവൽദാർ പോസ്റ്റുകളൊക്കെ 18 to 27 തോന്നുന്നു, ഉറപ്പില്ല. അങ്ങനെയുള്ള ആളുകളാണ് ഈ 97-നും 2006 ഈ 2 ഡേറ്റിൻ്റെ ഇടയിലാണ് ജനിച്ചതെന്ന് നോക്കുക കേട്ടോ. പിന്നെ SC ST ആളുകൾക്ക് 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ടാവും. അതായത് ഈ 99 എന്നുള്ളത് കുറച്ച് ബാക്കിലോട്ട് മാറി 5 വർഷം ബാക്കിലോട്ട് എടുത്താൽ എത്രയാവും? 94. അവർക്ക് ഈ 94 വരെയുള്ള പറ്റും. ഇനി OBC ആണെങ്കിൽ 3 വർഷം, 99 ഉള്ളത് 3 വർഷം ബാക്കിലോട്ട് എടുത്താൽ 96, ഈ 97 3 വർഷം ബാക്കിലെടുത്താൽ 94. SC ST ആകുമ്പോൾ ഈ 97 എന്തായി മാറും? 92 മാറും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഏജിൻ്റെ കാര്യത്തിൽ ആർക്കും കൺഫ്യൂഷൻ വേണ്ട. ഈ രണ്ട് ഡേറ്റ് മാത്രം നോക്കുക. ഇനി OBC SC ST ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 3 വർഷം കൂടെ കൂട്ടുക.
പിന്നെ എന്താ ഇത് പിന്നെ ജസ്റ്റ് സർട്ടിഫിക്കറ്റിനെ പറ്റി പറയുന്നതാണ്. അതായത് ഒരു കാര്യം പ്രത്യേകം പറയാം, SC ST OBC അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് അങ്ങനെ എലിജിബിലിറ്റി അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക ഇതുപോലെ ഏജ് റിലാക്സേഷൻ പിന്നെന്താ റിസർവേഷൻ ഇങ്ങനത്തതിനൊക്കെ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് ഈ ഒരു ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 31/7/2024 മുമ്പായിട്ട് എടുത്തു വെക്കുക. പല ആൾ കൺഫ്യൂഷനാണ്, എടുത്തു വെച്ചാൽ പ്രശ്നമുണ്ടോ ഇല്ലേ, അങ്ങനെ പ്രശ്നമുണ്ടോ ഇല്ലേ നോക്കണ്ട, നിങ്ങൾ എടുത്ത് വെക്ക് കേട്ടോ. അതായത് ഓരോ പരീക്ഷയ്ക്ക് ഓരോന്നും എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ CHSL ഇതിന് മുമ്പ് വിളിച്ച CGL ആണ്, അതിന് മുമ്പ് CHSL വിളിച്ചപ്പോൾ നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മതി. ഇനി അതല്ല നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് എടുത്ത് വെച്ചിട്ടില്ല, ഇതാണ് നിങ്ങൾ ആദ്യം അപ്ലൈ ചെയ്യാൻ പോകുന്ന പരീക്ഷയെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ അക്ഷയയിൽ പോയിട്ട് ഓൺലൈനായിട്ട് ഒരു SC ST അല്ലെങ്കിൽ OBC ഏത് സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ വേണ്ടത് ആ സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കുക. അതിപ്പോൾ ഏതായിക്കോട്ടെ SC ST OBC EWS PWD പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എല്ലാ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കി വെക്കുക. വെറുതെ നിങ്ങൾ റിസ്ക് എടുക്കേണ്ട. ഇതിപ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ വലിയ ഇഷ്യൂ ഒന്നുമില്ല, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ OBC കാർഡ് പ്രത്യേകം പറയാനുള്ളത് നിങ്ങൾ നോൺ ക്രീമി ലെയർ കാറ്റഗറി ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ, നിങ്ങൾ ഈ പറഞ്ഞ കൺസെഷൻ ഈ റിസർവേഷൻ ഏജ് റിലാക്സേഷൻ എല്ലാം നിങ്ങൾ എലിജിബിൾ ആയിരിക്കുള്ളൂ. OBCയിൽ ക്രീമി ലെയർ പരിധിയുള്ള ആളുകൾക്ക് ഇതൊന്നും ഇല്ല, അവർ ജനറൽ കാറ്റഗറിയിലാണ് മെയിനായിട്ട് വരിക കേട്ടോ. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതാ ഒന്നുമില്ല, നമ്മൾ CGL എന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവലാണ്, CHSL എന്ന് പറഞ്ഞാൽ +2 ലെവലാണ്, MTS ഹവൽദാർ എക്സാം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് ലെവലാണ്. അതായത് 10ാം ക്ലാസ്സോ അതിന് തത്തുല്യമായ എന്തെങ്കിലും ഒരു യോഗ്യതയോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് എലിജിബിളാണ്. അപ്പോൾ എലിജിബിൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം, ഈ 1/8/2024 മുമ്പ് നിങ്ങൾക്ക് അതിന് നിങ്ങൾ യോഗ്യത നേടിയിരിക്കണം. അതായത് ഈ ഒരു ഡേറ്റിന് ശേഷമാണ് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായതെങ്കിൽ നടക്കില്ല. ഈ ഒരു ഡേറ്റിനുള്ളിൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ അതിനുള്ള എലിജിബിൾ ആയിരിക്കണം. അപ്പോൾ ഇതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. വേറൊന്നും ഇവിടെ എക്സ്ട്രാ ഒന്നും പറയുന്നില്ല, 10ാം ക്ലാസ് അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ നിങ്ങൾ പാസ്സായിരിക്കണം. പിന്നെ ഇതാണ് എക്സാം പാറ്റേൺ. എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ Tier 1 എക്സാമിനേഷൻ അങ്ങനെയൊന്നുമില്ല. Tier 1 എക്സാമിനേഷൻ സോറി, ഇത് 60 മിനിറ്റ് അല്ല, സെപ്പറേറ്റ് ടൈമിംഗ് ആണ്. നോക്കുക 2 സെഷൻ ഇത് നോക്കണ്ട കേട്ടോ, ഈ 60 മിനിറ്റ് നോക്കണ്ട. ഞാനിത് CGLൻ്റെ അത് നേരെ കോപ്പി എടുത്തതാണ്, അപ്പോൾ അതിൽ നിന്ന് പെട്ടുപോയതാണ്. 60 മിനിറ്റ് അത് നോക്കണ്ട. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ഒറ്റ പരീക്ഷയിൽ 2 സെഷനായിട്ടാണ് നടക്കുന്നത്. ഒന്ന് സെഷൻ 1, ഒന്ന് സെഷൻ 2. സെഷൻ 1 എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി, അതായത് നമ്മുടെ മാത്സ് CGL CSL പോലത്തെ മാത്സ് അല്ല, അത് പേര് തന്നെ ന്യൂമറിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ എബിലിറ്റി ആണ്. അപ്പോൾ അത്രേ ഉള്ളൂ, സംഭവം സിമ്പിളായിട്ടുള്ള മാത്സ് ആണ്. പിന്നെ റീസണിങ് എബിലിറ്റി ആൻഡ് പ്രോബ്ലം സോൾവിങ്, റീസണിങ് ചോദ്യങ്ങൾ ഉണ്ടാവും. ഇത് രണ്ടുമാണ് സെഷൻ 1ൽ വരിക. രണ്ടിലും 20-40 ചോദ്യം ഉണ്ടാവും. ഒരു ചോദ്യത്തിന് 3 മാർക്കായിരിക്കും. അങ്ങനെ ടോട്ടൽ 120 മാർക്കിൽ. പിന്നെ സെഷൻ 2 അത് കഴിഞ്ഞാൽ അപ്പുറത്ത് തന്നെ സെഷൻ 2 വരും. ഇതാ ഈ സെഷൻ 1ന് 45 മിനിറ്റാണ്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സെഷൻ 2 വരും. സെഷൻ 2ന് 45 മിനിറ്റാണ്. സെഷൻ 2ലുള്ളത് ജനറൽ അവയർനെസ് 25 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോമ്പിനേഷൻ 25 ക്വസ്റ്റ്യൻ. ടോട്ടൽ 50ലാണ് ഉണ്ടാവുക. 50 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വെച്ചിട്ട് എന്തുണ്ടാവും, 25 75 ആവും, 75 75, അങ്ങനെ ടോട്ടൽ 150 മാർക്ക് ഉണ്ടാവുക സെഷൻ 2. ഇത് സെഷൻ 1, ഇത് സെഷൻ 2. ഈ പരീക്ഷ ഒരു പ്രത്യേകതയുണ്ട്, ബാക്കിയുള്ള SSൻ്റെ പരീക്ഷകൾ പോലെയല്ല. ഈ സെഷൻ 1 എന്ന് പറഞ്ഞ സാധനം ഇവിടെ ക്വാളിഫയിങ് നേച്ചറാണ്. ഇത് നിങ്ങൾക്ക് എന്താവശ്യമില്ല, നിങ്ങൾ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ ഈ സെഷൻ 1ൻ്റെ അതായത് മാത്സിൻ്റെ റീസണിങ്ങിൻ്റെ മാർക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ കൗണ്ട് ചെയ്യില്ല. നിങ്ങൾ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പ്യൂർലി ബേസിസ് ഓൺ സെഷൻ 2ൻ്റെ മാർക്കായിരിക്കും കേട്ടോ. പക്ഷേ ഇത് വെറുതെ നടത്തുന്ന പരീക്ഷയല്ല. പക്ഷേ ഈ പരീക്ഷയ്ക്ക് നിങ്ങൾ 30% മാർക്കോട് കൂടി നിങ്ങൾ പാസ്സായിരിക്കണം. ഒരു ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾ 30% മാർക്ക് ഇതിന് ക്വാളിഫൈ ആയാൽ, ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ക്വാളിഫൈ ആയി. പിന്നെ നിങ്ങളുടെ സെഷൻ 2ൻ്റെ അതായത് GK ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈ 2 പേപ്പറിൻ്റെ മാർക്ക് മാത്രമാണ് നിങ്ങൾ കൗണ്ട് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് LDC പോലത്തെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവർക്കൊക്കെ മാത്സ് ആയിരിക്കും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ റീസണിംഗ് ആയിരിക്കും ബുദ്ധിമുട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആ മാത്സും റീസണിങ്ങും ജസ്റ്റ് 30% മാർക്ക് കൂടി പാസ്സായാൽ മതി. നിങ്ങളുടെ GKൻ്റെയും ഇംഗ്ലീഷിൻ്റെയും മാർക്ക് മാത്രം വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ കയറോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക, ഇത് ക്വാളിഫയിങ് ആണ്, ഇതിൻ്റെ മാർക്കാണ് കൂട്ടുക. അതുപോലെ തന്നെ ഈ 60 മിനിറ്റിൽ നോക്കണ്ട, ടോട്ടൽ ഇവിടെ 45 മിനിറ്റ്, ഇവിടെ 45 മിനിറ്റ്, ടോട്ടൽ 90 മിനിറ്റിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക. രണ്ടും ഒരേ ദിവസം തന്നെ ആയിരിക്കും നടക്കുക. ഒന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത് വരും, അല്ലാതെ രണ്ടിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്, രണ്ട് വേറെ പരീക്ഷ അങ്ങനെയൊന്നുമില്ല. പിന്നെന്താ പിന്നെ നോക്കുകയാണെങ്കിൽ സെഷൻ 1ന് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. സെഷൻ 1 ക്വാളിഫയിങ് നേച്ചറാണ്. അതേപോലെ തന്നെ സെഷൻ 1ന് എന്തില്ല, നെഗറ്റീവ് മാർക്കിങ്ങും ഇല്ല കേട്ടോ. അതുപോലത്തെ പക്ഷേ സെഷൻ 2ന് നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് കുറയും. ഞാൻ പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ ശരിയായാൽ 3 മാർക്കാണ്, ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ 1 മാർക്ക് പോവുകയും ചെയ്യും. പക്ഷേ സെഷൻ 1 അതായത് മാത്സ് റീസണിങ് ആ സെഷൻ 1ന് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാം കേട്ടോ. തെറ്റൊന്നും പേടിച്ചിട്ടാരും, അതായത് നെഗറ്റീവ് മാർക്ക് കിട്ടുമെന്ന് പേടിച്ചിട്ടാരും ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, MTS എന്താണ്, കാൻഡിഡേറ്റ്സ് വിൽ ബി ഷോർട്ട് ലിസ്റ്റഡ് ഓൺ ദ ബേസ് ഓഫ് ദർ പെർഫോമൻസ് ഇൻ സെഷൻ 2ൻ്റെ മാർക്ക് മാത്രമേ നോക്കിയിട്ടായിരിക്കും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ സെഷൻ 1 30% മാർക്കുള്ളവർ മാത്രമേ സെഷൻ 2 നോക്കുള്ളൂ. സെഷൻ 1ന് നിങ്ങൾക്ക് 30% മാർക്ക് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സെഷൻ 2 അവർ നോക്കാനേ പോകുന്നില്ല, അത് പോകും. പിന്നെ പോസ്റ്റ് ഓഫ് ഹവൽദാർ ആണെങ്കിൽ ഇവരെന്താ ചെയ്യുക, ഞാൻ പറഞ്ഞു സെഷൻ 1 MTS പോസ്റ്റ് ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ പരീക്ഷയൊന്നുമില്ല, കഴിഞ്ഞു. പക്ഷേ MTSൻ്റെ കൂടെ തന്നെ ഹവൽദാറും നടക്കുന്നുണ്ട് ഇവിടെ. ഹവൽദാറിനാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം അവരെന്ത് ചെയ്യും, ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ടോട്ടൽ എത്രയാണ് വേക്കൻസി ഉള്ളത്, അതിൻ്റെ 1:7, അതായത് എത്ര വേക്കൻസി ഉണ്ടോ അതിൻ്റെ 7 ഇരട്ടി ആളുകളെ ഇവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഈ ഹവൽദാർ പോസ്റ്റിനുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരിക കേട്ടോ.
ഓക്കെ. പോസ്റ്റ് ആൻഡ് ഓൺ ദ ബേസ് ഓഫ് ദ പെർഫോമൻസ്. ഇവിടെയും സെഷൻ 2ൻ്റെ മാർക്ക് മാത്രം നോക്കിയിട്ടായിരിക്കും എടുക്കുക. സെഷൻ 1 ഇവിടെയും ക്വാളിഫയിങ് നേച്ചറാണ്. ഓക്കെ. അതുപോലെ തന്നെ നോക്കുക സെഷൻ 1ൻ്റെ ക്വാളിഫൈ മാർക്ക് UR ആണെങ്കിൽ 30%, OBC EWS ആണെങ്കിൽ 25%, ബാക്കിയുള്ള കാറ്റഗറി എല്ലാം 20% മാർക്ക്. ഓക്കെ. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ട്. അതായത് ഈ 7 ഇരട്ടി ആളുകളെ അവർ എടുക്കും, എന്നിട്ട് എടുത്തിട്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ടെസ്റ്റ് നോക്കും. അതായത് ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. നിങ്ങൾ ഈ ആർമിൻ്റെയും ബാക്കിയുള്ള CPO GD പരീക്ഷകൾ പോലെ വലിയ ടൈറ്റ് ഫിസിക്കലാണെന്ന് വിചാരിക്കേണ്ട. ഇത്രേ ഉള്ളൂ. ഇതാ വാക്കിംഗ് ആണ്, ജസ്റ്റ് വാക്കിംഗ് ആണ്. വാക്കിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ 1600 മീറ്റർ 25 മിനിറ്റിൽ മെയിൽസിനും, ഫീമെയിൽസിനാണെങ്കിൽ 1 കിലോമീറ്റർ 20 മിനിറ്റ്സിനും. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും കൊണ്ടും പറ്റുന്ന ഒരു കാര്യമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതാണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഇതാണ്. മെയിലിന് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 157.5 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. പിന്നെ ബാക്കിയുള്ളത് ഈ ഗാർവാലീസ്, ആസാമീസ്, ഗൂർഖാസ് ഇവർക്കൊക്കെ ഒരു 5 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ടാവും. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതാ മെയിൽസിന് 157.5. അതുപോലെ തന്നെ ചെസ്റ്റ് 81 സെൻറ്റിമീറ്ററും വേണം. പിന്നെ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും വേണം. ഇതാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് മെയിൽസിനുള്ള. ഫീമെയിൽസിനാണെങ്കിൽ ഹൈറ്റ് 152 സെൻറ്റിമീറ്റർ വേണം. പിന്നെ ഫീമെയിൽസിന് വെയിറ്റ് കാര്യത്തിൽ ഇവിടെ ചെസ്റ്റിൻ്റെ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഫീമെയിൽസിന് വെയിറ്റാണ് പറയുന്നത്. വെയിറ്റ് 48 കിലോഗ്രാം പറയുന്നുണ്ട് കേട്ടോ. ഈ 2 കാര്യങ്ങൾ മാത്രം. അതായത് ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും വളരെ സിമ്പിളാണ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും വളരെ സിമ്പിളാണ്. അപ്പോൾ അത് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് ആരും ഇതിന് അപ്ലൈ ചെയ്യാതിരിക്കണ്ട. ഓക്കെ. ഇതാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. പിന്നെ ഫൈനൽ കട്ട് ഓഫ് MTS 2023 ഞാൻ പറഞ്ഞു വേക്കൻസി വളരെ കുറവായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ആ ഒരു കാലത്തിൽ ഇതിൻ്റെ വേക്കൻസി പറഞ്ഞാൽ ഇതാ ജനറൽ നോക്കുകയാണെങ്കിൽ 132 ആയിരുന്നു ജനറൽ കാറ്റഗറിൻ്റെ ഫൈനൽ കട്ട് ഓഫ്. അതായത് ഞാൻ പറഞ്ഞു സെഷൻ 2ൻ്റെ 50 ക്വസ്റ്റ്യൻസ് അത് 150 മാർക്ക്. ആ 150-ൽ 132 മാർക്ക് കിട്ടിയവരാണ് ഫൈനൽ കട്ട് ഓഫ്. അതായത് 132 മിനിമം കിട്ടിയ ഒരാൾക്ക് ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും കയറാൻ പറ്റും. അതിൽ തന്നെ കേരളത്തിൽ ഈ MTSന് വേറെ പ്രത്യേകത കൂടി. CGL, CHSL പോലത്തെ പരീക്ഷയ്ക്ക് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിലാണ് റാങ്ക് ലിസ്റ്റ് വരിക. അതായത് നമുക്ക് സെപ്പറേറ്റ് ഒരു സ്റ്റേറ്റോ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ MTSന് അങ്ങനെയല്ല. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മളോട് സ്റ്റേറ്റ് പ്രിഫറൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ ആ സ്റ്റേറ്റ് പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക റാങ്ക് ലിസ്റ്റ് വരിക. അപ്പോൾ ഓരോ സ്റ്റേറ്റിനും ഓരോ കട്ട് ഓഫ് ഒക്കെ ഉണ്ടാവും. അതിൽ കേരളത്തിൻ്റെ കട്ട് ഓഫ് വന്നത് ജനറൽ കാറ്റഗറി 137 ആണ്. പിന്നെ നോക്കുക OBCൻ്റെ ജനറൽ കട്ട് ഓഫ് വരുന്നത് 132 ആണ്. EWS 130, SC 130, ST 126. ഇത് കറക്റ്റ് എക്സാക്റ്റ് ആയിരിക്കില്ല, ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫൈനൽ ആ റിസൾട്ട് നോട്ടിഫിക്കേഷൻ നോക്കിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഇതിൽ OBCയും EWS SC ST വേക്കൻസി കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ജനറൽ കട്ട് ഓഫ് വരുന്നത് 137 ആണ് കേരളത്തിൽ. ഇനിയിപ്പോൾ നിങ്ങൾ കേരളത്തിൽ കിട്ടിയില്ല പ്രശ്നമില്ല. നിങ്ങളുടെ സെക്കൻഡ് പ്രിഫറൻസ് തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട്ടിൽ നിങ്ങൾ മാർക്ക് ഉണ്ടോ നോക്കും. ഇനി തമിഴ്നാട് കഴിഞ്ഞ് കർണാടകയാണ് നിങ്ങൾ അടുത്ത പ്രിഫറൻസ്, കർണാടകയിൽ മാർക്ക് ഉണ്ടോ നോക്കുക. നിങ്ങളുടെ മാർക്ക് വെച്ചിട്ട് എവിടെയാണോ കിട്ടുന്നത് അവിടെ കിട്ടും. അതിൽ കേരളത്തിൽ കിട്ടാൻ നിങ്ങൾക്ക് 150-ൽ 137 മാർക്ക് മിനിമം വേണം. പക്ഷേ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെക്കാളും വേക്കൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കട്ട് ഓഫ് കുറച്ച് കുറയുന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. കട്ട് ഓഫ് കുറഞ്ഞാൽ കോമ്പറ്റീഷൻ കുറച്ച് കുറവുണ്ടാവും. പിന്നെ അഡീഷണൽ ഇൻഫോർമേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ പരീക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പറയുന്ന കാര്യമാണ്. ഒന്ന് ഫീസ് 100 രൂപയുള്ളൂ കേട്ടോ. അതിൽ തന്നെ വിമൻ, SC ST, എക്സ് സർവീസ്മെൻ, PWD ഇവർക്കെല്ലാം ഫ്രീ ആണ്. പിന്നെ സെൻറ്റേഴ്സ് ഓഫ് എക്സാമിനേഷൻ എല്ലാ SSC പരീക്ഷകളിലെ പോലെ തന്നെ എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം ഇവിടേക്കാണ് സെൻറ്റേഴ്സ് ഉള്ളത്. ഇവിടെ തന്നെ കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഇപ്പോൾ CHSL പരീക്ഷയെടുക്കാൻ സെൻറ്റർ വന്നപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവും. ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അവർ കൊടുത്ത പ്രിഫറൻസ് നല്ല കിട്ടിയത് പല ആൾക്കും കോട്ടയത്തൊക്കെ കിട്ടിയില്ല. പക്ഷേ ഫീമെയിൽസിന് അധികം അവർ കൊടുത്ത ഫസ്റ്റ് പ്രിഫറൻസ് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളോട് അപ്ലൈ ചെയ്യുമ്പോൾ 3 പ്രിഫറൻസാണ് ചോദിക്കുക. അപ്പോൾ അത് കൊടുക്കുക. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ ചിലപ്പോൾ മംഗലാപുരത്തോ ബാംഗ്ലൂരോ എന്തായാലും ദൂരമൊന്നും പോകില്ല. അധികം മുകളിലോട്ടും സൗത്തിലോട്ടും അല്ല നോർത്തിലോട്ടൊന്നും പോകില്ല. നിങ്ങൾ പേടിക്കേണ്ട. അവിടെ അടുത്തെവിടെയെങ്കിലുമായിട്ട് സെൻറ്റർ കിട്ടും. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. MTSനും CHSLനും ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലുണ്ടാവും, ഹിന്ദിയിലുണ്ടാവും, പിന്നെ 13 റീജിയണൽ ലാംഗ്വേജസിലുണ്ടാവും. അതായത് അതിലൊന്നാണ് മലയാളം. അതിൻ്റെ അർത്ഥം മലയാളത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, MTS പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ കിട്ടാൻ പറ്റും. അത്രേ ഉള്ളൂ. അല്ല മലയാളത്തിൽ എഴുതാൻ പറ്റുന്നല്ല, മലയാളത്തിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ പരിഭാഷ കാണാൻ പറ്റും. അങ്ങനെ 13 റീജിയണൽ ലാംഗ്വേജസിലുണ്ടാവും. അതുപോലെ തന്നെ ഇംഗ്ലീഷും ഹിന്ദിയിലും ഉണ്ടാവും. പക്ഷേ CGLന് ഇംഗ്ലീഷും ഹിന്ദി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെ ലാസ്റ്റ് എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യം, ഡു നോട്ട് വെയിറ്റ് ടിൽ ലാസ്റ്റ് ഡേറ്റ്. അവസാന ദിവസം വരെ കാത്തിരിക്കാതിരിക്കുക. അടുത്ത മാസം 31 വരെ ഉണ്ടല്ലോ, സമയമുണ്ടല്ലോ വിചാരിച്ചിട്ട് അവസാനം വരെ കാത്തു നിൽക്കണ്ട. അതുപോലെ തന്നെ ഇന്നും നാളെ ഒന്നും പോയിട്ട് അപ്ലൈ ചെയ്യാൻ നിൽക്കേണ്ട. ഒരു 2-3-4 ദിവസം വെയിറ്റ് ചെയ്യുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സൈറ്റിൽ ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ CGLൻ്റെ പരീക്ഷ അപ്ലൈ ചെയ്തപ്പോൾ തുടക്കത്തിൽ ഇഷ്യൂ ആയിരുന്നു, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന ഇഷ്യൂ. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ആയിട്ടുണ്ട്. അങ്ങനെ സൈറ്റ് പതുക്കെയാണ് അവർ ഓരോന്ന് റെഡിയാക്കുക. അപ്പോൾ ഒരു 1 വീക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് അധികം ലേറ്റ് ആക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. കാരണം CGLും MTSും ഒരേ സമയത്ത് രണ്ടും വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ സെർവറൊക്കെ മാക്സിമം ഡൗൺ ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഹൗ ടു അപ്ലൈ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. പണ്ടത്തെ പോലെ ഓരോ പരീക്ഷയ്ക്കും ഓരോ രജിസ്ട്രേഷൻ അല്ല,
വൺ ടൈം രജിസ്ട്രേഷൻ ആദ്യം ചെയ്തിട്ട് നിങ്ങൾ SSCയുടെ സൈറ്റിൽ ssc.gov.in എന്ന് പറഞ്ഞ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ പ്രൊഫൈലിൻ്റെ യൂസർ ID പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾ ഓരോ പരീക്ഷയ്ക്കും കയറിയിട്ട് അപ്ലൈ ചെയ്താൽ മതിയാവും. അല്ലാതെ ഓരോന്നിനും പിന്നെ ആദ്യം മുതലേ ഡീറ്റെയിൽസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ കൊടുക്കാൻ വേണമെങ്കിൽ അത് നിങ്ങൾ പോയിട്ട് കാണാം. അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ സമയം അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ നോക്കുക, SSC MTS 2024 നോട്ടിഫിക്കേഷൻ ഈ സൈറ്റിൽ കിട്ടും. അതിൻ്റെ താഴെ ഓരോ സ്ക്രീൻഷോട്ട് സഹിതം ആ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതലാരും ലേറ്റ് ആക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു അവസരം എല്ലാവരിലേക്കും നിങ്ങളിപ്പോൾ കണ്ട നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 8000-ഓളം വേക്കൻസിയാണ് വന്നിട്ടുള്ളത് കേട്ടോ. 8000-ഓളം വേക്കൻസി MTSനും, അതുപോലെ തന്നെ 4000-5000 വേക്കൻസി CHSLന്, 17000 വേക്കൻസി CGLന്, 46000 വേക്കൻസി SSC GDക്ക്, അങ്ങനെ ഒരുപാട് വേക്കൻസികളാണ് ഈ വർഷം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പരീക്ഷയും മിസ്സാക്കരുത്. ഇനി ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും, നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും നിങ്ങൾ SSCയെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ അവരൊക്കെ ഇതൊന്ന് അറിയിച്ചു കൊടുക്കുക. വെറും ഒരു കേരള PSC എന്ന് പറഞ്ഞ പരീക്ഷ മാത്രമല്ല നമുക്ക് എഴുതാൻ പറ്റിയ ഒരുപാട് നല്ല നല്ല പരീക്ഷകളുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ SSCക്ക് ഒരു പ്രത്യേകതയുണ്ട്. പണ്ടത്തെ പോലെ ഒന്നുമില്ല. പണ്ടൊക്കെ പറഞ്ഞാൽ SSC പരീക്ഷ ഭയങ്കര ടൈറ്റായിരുന്നു. അതായത് ഡിസ്ക്രിപ്റ്റീവ്, ഇൻ്റർവ്യൂ, എഴുത്ത് പരീക്ഷ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. SSCയുടെ ഏറ്റവും വലിയ പരീക്ഷയായിട്ടുള്ള CGLന് പോലും ഇപ്പോൾ 2 ലെവൽ ഒബ്ജക്റ്റീവ് പരീക്ഷ മാത്രമേ ഉള്ളൂ. ഇൻ്റർവ്യൂ, എഴുത്ത് പരീക്ഷ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഈ 10ാം ക്ലാസ് ലെവൽ പരീക്ഷ നോക്കിയാൽ മതി. അതിന് അത്ര പോലും ഇല്ല. ജസ്റ്റ് ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. മാക്സിമം ആളുകൾ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ജോലിയിലേക്ക് നമുക്ക് എത്തിക്കേണ്ടത്. കാരണം നമുക്ക് അറിയാത്ത പ്രശ്നമാണ് അത്. ഞാൻ ഒരിക്കലും എല്ലാവരും മലയാളികൾ കയറിയിട്ട് എല്ലാ സെൻട്രൽ ഗവൺമെൻറ് പോസ്റ്റിൽ ഇരിക്കണം എന്നല്ല ഞാൻ പറയുന്നു. പക്ഷേ എല്ലാവരും ഇതിനെപ്പറ്റി അറിയണം. അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, കോമ്പറ്റീഷൻ എല്ലാവരും കോമ്പീറ്റ് ചെയ്തിട്ട് അതിൽ നല്ല ആളുകൾ വേണം ജോലിയിലിരിക്കാൻ. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ വെറും 1% താഴേക്കുള്ളൂ മലയാളികൾ ഈ ഓരോ പരീക്ഷക്കും. നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 3% അടുത്തുണ്ട്. അപ്പോൾ അതിൻ്റെ പോലും അടുത്ത് പോലും നമ്മളാരും ഈ ഒരൊറ്റ പരീക്ഷകൾ എഴുതുന്നില്ല. അത് നമുക്ക് അറിവില്ലായ്മേൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതിനുണ്ടാകാൻ പാടില്ല. എല്ലാവരും എല്ലാം അറിയണം. അതിലേക്ക് എല്ലാവരും എന്ത് ചെയ്യുക, ഈ ന്യൂസും ഈ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ന്യൂസൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾക്ക് പരീക്ഷേൻ്റെ കാര്യത്തിന് എന്ത് ഹെൽപ്പിന് വേണ്ടി നമ്മളെല്ലാം ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും താങ്ക് യു.